ഗുഡ് ഈവനിങ്. ഇന്ന് മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് ആണ് കാണാനിടയായത്. ഫൈനാൻസ്, മെറ്റൽ, FMCG, IT ഷെയർസ് നല്ല ഇടിവ് രേഖപ്പെടുത്തി. മോശം ഗ്ലോബൽ ക്യൂസും റുപ്പീസിന്റെ മൂല്യത്തിലുള്ള ഇടിവും മാർക്കറ്റ് സെന്റിമെന്റ്സ് നെഗറ്റീവ് ആക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നവംബറിലെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. ഈ ട്രേഡ് ഡെഫിസിറ്റ് വർധനവ് റുപ്പിയുടെ മൂല്യം ഇടിയാൻ കാരണമാക്കിയതായി കാണാം. ഓൾ ടൈം ലോ 84.93 ടച്ച് ചെയ്തതായിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് റുപ്പീസ്. ഈ വർഷം ആദ്യം മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 2.01% ഡിഫറൻസ് ആണ്. ഇന്ത്യയുടെ മർച്ചൻഡൈസ് ട്രേഡ് ഡെഫിസിറ്റ് റെക്കോർഡ് ഹൈ ഡാറ്റയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഡെഫിസിറ്റ് $37.84 ബില്യൺ നവംബർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബറിൽ ഇത് $27.4 ബില്യൺ ആയിരുന്നു. ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നവംബറിൽ $21.31 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ 37.84 വർദ്ധിച്ചിരിക്കുന്നത്. നവംബറിലെ എക്സ്പോർട്ട് 4.9% ഇടിവും അതേസമയം ഇമ്പോർട്ട് 27.04% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോൾഡ് ഇമ്പോർട്ട് 50% വർധനവ് രേഖപ്പെടുത്തി. ഗവൺമെന്റ് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതിന് ശേഷമാണ് ഗോൾഡിൽ ഇത്രമാത്രം ഇമ്പോർട്ട് നടന്നിരിക്കുന്നത്. ജൂലൈയിൽ ഇത് 15% ഇത് 6% കുറച്ചിരിക്കുന്നു. ഇന്ത്യൻ റുപ്പി മൂല്യമിടിയാൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഔട്ട്ഫ്ലോ കൂടി കാരണമായതായി നമുക്ക് കാണാം. ഡോളർ ശക്തി പ്രാപിക്കുന്നത് മറ്റൊരു കാരണമാണ്. ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനവും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് 513 കോടിയുടെ വിൽപ്പനയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 1.35% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയൊരു ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ മുമ്പേ വരച്ചിട്ടുള്ള റെസിസ്റ്റൻസിൽ 2 പ്രാവശ്യം, അതായത് ഒരു 2 പ്രാവശ്യം ടച്ച് ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഡബിൾ ടോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2 പ്രാവശ്യം ടച്ച് ചെയ്തതിനു ശേഷം ഒരു വലിയൊരു ബിയറിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അടുത്ത സപ്പോർട്ട് പഴയ സപ്പോർട്ട് തന്നെയാണ് 23,975 ആ ലെവലിലാണ് നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഒരു ബിയറിഷ് എൻഗൾഫിംഗ് തന്നെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ഇനി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 0.66% ഇടിവാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇന്നുണ്ടായിട്ടുള്ളത്. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിലും ഒരു എൻഗൾഫിംഗ് ബിയറിഷ് എൻഗൾഫിംഗ് തന്നെയാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. 0.56% ഇടിവാണ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത്. ഇന്ന് പൊതുവെ മാർക്കറ്റിൽ സെൽ ഓഫിന്റെ ദിവസം തന്നെയായിരുന്നു. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 3.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. NSEയിലുള്ള മൊത്തം കമ്പനികളുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 794 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 1727 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റി 50യിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 49 കമ്പനികളും ഇന്ന് ലോസ് രേഖപ്പെടുത്തിയപ്പോൾ ഒറ്റൊരു കമ്പനി മാത്രമാണ് പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സിപ്ലയാണ് 0.17% നേരിയ ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ 49 കമ്പനികളും ഇന്ന് ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികം ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ്, ഗ്രാസിം, ഭാരതി എയർടെൽ, ഹീറോ മോട്ടോ കോർപ്പ് ഇങ്ങനെ കമ്പനികളാണ്. ഈ കമ്പനികളാണ് കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് സെക്ടോറിയൽ ഇൻഡെക്സ് പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി ബാങ്കാണ് ഫസ്റ്റ് നോക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 1.39% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ചാർട്ടൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതേപോലെ IT നോക്കുകയാണെങ്കിൽ ITയിൽ 0.53% ഒരു സെൽ ഓഫ് ആണ് നടന്നിരിക്കുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിഫ്റ്റി 50യുടെ 5 മിനിറ്റ് കാൻഡിൽ നോക്കുകയാണെങ്കിൽ രാവിലെ ഓപ്പൺ ആയതിനു ശേഷം കണ്ടിന്യൂസ് ഫോളോ തന്നെയായിരുന്നു മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഇനി നമുക്ക് നിഫ്റ്റി ഫാർമ ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ഫാർമയിൽ ഇന്ന് 0.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FMCG 0.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 1.5% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സെക്ടറും ഇന്ന് ലോസിൽ തന്നെയാണ്, നിഫ്റ്റി മീഡിയ ഒഴികെ. നിഫ്റ്റി മീഡിയ നോക്കുകയാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഗെയിനാണ്, അതായത് 0.02% ഒരു ഗെയിനാണ്. ബാക്കി എല്ലാ സെക്ടറും ഇന്ന് ലോസിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എത്ര പെർസെൻറ്റേജ് നോക്കാൻ മാത്രമേ നമുക്കുള്ളൂ. ഇന്ന് നിഫ്റ്റി മെറ്റൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 1.63% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റിയിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ആദ്യ സെഷനിൽ നിഫ്റ്റി റിയാലിറ്റി നല്ലൊരു മൂവ്മെന്റ് തന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടതാണ്. നോക്കുകയാണെങ്കിൽ ഇന്ന് ക്ലോസിംഗ് 0.09% ഒരു ചെറിയൊരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.48% ഇടിവോട് കൂടിയാണ്. ടെക്നിക്കലി അത് നെഗറ്റീവ് പാറ്റേണിലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്.
ഇന്നലെ ഡൗ ജോൺസ് 0.25% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് ഇന്നലെ ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.45% ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് US മാർക്കറ്റിൽ. PSU ബാങ്കിൽ ഇന്ന് നല്ല സെൽ ഓഫ് കണ്ടു. 1.82% ഇടിവാണ് ഇന്ന് PSU ബാങ്കിൽ കാണാൻ സാധിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കാണ്. അതുപോലെ തന്നെ നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി കമ്മോഡിറ്റി, നിഫ്റ്റി മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി, ഓട്ടോ സെക്ടർ, അതുപോലെ തന്നെ ഫിൻ സർവീസ്, പ്രൈവറ്റ് ബാങ്ക്, ഈ കമ്പനികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇൻഡോക്കോ റെമഡീസിന് US FDAയിൽ നിന്ന് ഒരു വാർണിംഗ് ലെറ്റർ കൈപ്പറ്റിയെന്ന വാർത്തയാണുള്ളത്. ആദ്യ സെഷനിൽ ഇത് 7% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അവിടെ നിന്നും 12% റിക്കവറിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവസാനം ക്ലോസിംഗ് ടൈമിൽ ഇത് ഓൾമോസ്റ്റ് 10% റിക്കവർ ചെയ്തു ലോയിൽ നിന്നും. ഇന്നത്തെ ഗെയിൻ നോക്കുകയാണെങ്കിൽ 1.13% ആണ്. RVNL നിന്ന് മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്നും എലവേറ്റർ മെട്രോ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ലഭിച്ചു എന്ന ഒരു വാർത്തയാണുള്ളത്. പ്രൊജക്ട് കോസ്റ്റ് 270 കോടിയാണ്. നിറ്റ്കോ ലിമിറ്റഡിന് 105.4 കോടിയുടെ ഓർഡർ ലഭിച്ചു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്റ്റിൽ നിന്നാണ്. ടൈൽസ്, മാർബിൾ, മൊസൈക്ക് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡറാണിത്. 104 കോടിയുടെ ഓർഡർ കൂടി വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. വേദാന്ത 4th ഇന്ററിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 8.5 റുപ്പീസാണിത് പെർ ഷെയറിന്. റെക്കോർഡ് ഡേറ്റ് 24 ഡിസംബറാണ്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിന് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ കമ്പനിയിൽ നിന്നും 157.41 കോടിയുടെ ഓർഡർ ലഭിച്ചു. SRFന്റെ 0.03% സ്റ്റേക്ക് LIC ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെന്ന വാർത്തയാണുള്ളത്. ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ 5% ഉയർന്നിരിക്കുന്നു. വിപ്രോ കമ്പനിയുടെ സബ്സിഡിയറി വഴി അപ്ലൈഡ് വാല്യൂ ടെക്നോളജി കമ്പനിയുടെ 100% ഷെയറും വാങ്ങുന്നെന്ന വാർത്തയാണുള്ളത്. കോസ്കോർപ്പ് ലിമിറ്റഡ് ഇന്ന് 7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആന്റിക്യൂ ബ്രോക്കിംഗ് സ്ഥാപനം കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തതും ടാർഗറ്റ് 1000 കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും വാർത്ത ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും കമ്പനികൾ അല്ലെങ്കിൽ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ നമ്മൾക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഈ ബൈ റെക്കമെൻഡേഷൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കലാണ് ബെറ്റർ. കാരണം പല സമയത്തും ബ്രോക്കിംഗ് സ്ഥാപനം പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന ഈ വാർത്ത ഒരുപക്ഷെ അവർക്ക് ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അവർ തരുന്ന കമ്പനികളിൽ ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടി അവരിപ്പം ഒരു ബൈ റെക്കമെൻഡേഷൻ തരാണെങ്കിൽ സാധാരണ റീറ്റെയിലേഴ്സ് ഒക്കെ അവിടെ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ അവിടുന്ന് ഇറങ്ങാനുള്ള അവർക്ക് ലിക്വിഡിറ്റി കിട്ടും. അതേസമയം അവർ സെൽ റെക്കമെൻഡേഷൻ ആണ് തരുന്നതെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ വാങ്ങാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരിക്കും. എപ്പോഴും ബ്രോക്കിംഗ് സ്ഥാപനം അവരുടെ പ്രീമിയം മെമ്പേഴ്സിന് മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്രയും ഇതുപോലുള്ള വാർത്ത ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത്. അല്ലാതെ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നല്ല. റെയിൽടെൽ സെൻട്രൽ വെയർ കോർപ്പറേഷനിൽ നിന്നും 37.99 കോടിയുടെ ഒരു വർക്ക് ഓർഡർ റിസീവ് ചെയ്തായിട്ടുള്ള വാർത്തയാണുള്ളത്. ടാർക്ക് ലിമിറ്റഡ് ഇന്ന് ലോവർ സർക്യൂട്ടാണ്. സെബി ഫോറൻസിക് ഓഡിറ്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈനാൻഷ്യൽ ഇയർ 21 to 23 വരെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഫോറൻസിക് ഓഡിറ്റ് സെബി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിച്ചിരിക്കുന്നത്. ITCയിൽ ഹോട്ടൽ ബിസിനസിന്റെ ഡീമർജർ വരുന്നു. ജനുവരി 1 മുതലായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ മാർക്കറ്റ് ടുഡേ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.